എന്തുകൊണ്ട് അള്ളാഹു ഏകനാണ്, എന്തുകൊണ്ട് പടച്ച തമ്പുരാനാണ് സൃഷ്ടാവ്, അത് നിങ്ങൾ പഠിക്കണം, അത് നിങ്ങൾ മനസ്സിലാക്കി ബോധിക്കണം. അപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന് അർത്ഥം ശരിയാവും. അങ്ങനെയൊക്കെ നമ്മൾ ദിക്റങ്ങ് ചൊല്ലി നോക്കി, ഭയങ്കര പോസിറ്റീവ് പവറായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ദിക്ർ ചൊല്ലുന്നത്. നമ്മൾ അല്ലാഹു അക്ബർ ചൊല്ലുന്ന, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതിൻ്റെയൊക്കെ ആശയം മനസ്സിലാക്കി ചൊല്ലി നോക്കൂ, ഭയങ്കര പവറാണത്. ഇത്രമേൽ പോസിറ്റീവ് എനർജി നൽകാൻ കഴിയുന്ന, സ്പിരിച്വാലിറ്റി നൽകാൻ കഴിയുന്ന വാക്കുകൾ അള്ളാഹിൻ്റെ ഭൂമിയിലില്ല. നമ്മളൊന്നും അറിയാതെ വെറുതെ എണ്ണം തേക്കാൻ വേണ്ടി ഇങ്ങനെ ചൊല്ലുകയാണ്. എണ്ണം തേക്കലാണ് നമ്മുടെ പണിയെങ്കിൽ ആ എണ്ണ തികയുള്ളൂ, അതിൻ്റെ വണ്ണം കിട്ടില്ല. അള്ളാഹു നോക്കുന്നത് ക്വാളിറ്റിയിലേക്കാണ്. എണ്ണവും വേണം, വണ്ണവും വേണം, രണ്ടും വേണം. എണ്ണം മാത്രമായി പോകരുത്. എണ്ണം തേക്കുക, അതിന് മാത്രം ചൊല്ലിയാണ് പടപടാച്ചിട്ട് ചൊല്ലുക, സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ. നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടൊരു ചൊല്ലല് 33 തേക്കാൻ വേണ്ടിയിട്ട്. സമയമില്ലെങ്കിൽ 10 ചൊല്ലിയാൽ മതി. 33 സമയമല്ല, 15 ചൊല്ലാൻ പറ്റുള്ളൂ, അവിടെ നിർത്തിക്കോളൂ എന്നല്ലാതെ അത് ചടപടാന്ന് വെച്ചിട്ട് അർത്ഥമില്ലാതെ അർത്ഥശൂന്യമായിട്ട് ഓതിപ്പോവണ്ട. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ അളമത്തും അള്ളാഹുവിൻ്റെ മഹത്വവും നമ്മുടെ കൽബിലേക്ക് വരുള്ളൂ. അതിനല്ലേ ദിക്റെല്ലാം പറയുന്നത്. നമ്മുടെ ദിക്ർ അള്ളാഹുവിൻ്റെ അളമത്ത് മനസ്സിലാക്കാനുള്ളതാണ്. അമ്പിയാക്കന്മാർ മുഴുവൻ അതാണ് പഠിപ്പിച്ചു കൊടുത്തത്. അള്ളാഹു ഖാഹിറാൻ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. അഫ്ളലു മാ ഖുൽതു വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എൻ്റെ മുൻഗാമികളായ നബിമാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് അഭയം നൽകാനും കരുത്ത് പകരാനും സംരക്ഷണം നൽകാനും ആരാധിക്കപ്പെടാനും എല്ലാറ്റിനും കഴിയുന്ന ഒരുത്തനേ ഉള്ളൂ, അത് അല്ലാഹുവേ നീയാണ്. അമവി ഭരണാധികാരികളിൽപ്പെട്ട യസീദ് ബിൻ മുആവിയ, അദ്ദേഹം ഇറാഖിലെ ബസ്റയുടെ ഒരു വാലിക്ക്, ഒരു ഗവർണർക്ക് ഒരു കത്തെഴുതിയിട്ടൊരു വിഷയം പറഞ്ഞു. അദ്ദേഹത്തോടൊരു നിർദ്ദേശിക്കുകയാണ് യസീദ് ബിൻ മുആവിയ. ആ സമയത്ത് മഹാനായ അൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഈ ഭരണാധികാരിയുടെ മജ്‌ലിസിലിരിക്കുന്നുണ്ട്. അപ്പോൾ കത്ത് വന്നു. കത്തിൽ ചെയ്യാൻ ശറഅ് ചെയ്യരുത് എന്ന് പറഞ്ഞ വിഷയമാണ്. പക്ഷേ മേലധികാരി യസീദ് പരമാധികാരമുള്ള ഭരണാധികാരിയാണ്, അയാൾ എന്തും ചെയ്തേക്കും. കർബല നടന്നത് യസീദിൻ്റെ ഭരണകാലത്താണ്, നമ്മൾ ഓർക്കണം. ആ യസീദിൻ്റെ കത്താണ് ഈ വന്നത്. ഇന്നത് ചെയ്യണം, ഇന്ന ആളുകളെ ഇന്ന രീതിയിൽ ശിക്ഷിക്കണം. പക്ഷെ അത് അള്ളാഹുവിന് ഇഷ്ടമല്ല. എന്തു ചെയ്യണം എന്നറിയാതിരിക്കുകയാണ്. ബസ്റയുടെ ഗവർണർ അന്തം വിട്ട് നിൽക്കുകയാണ്, എന്തു ചെയ്യണം. അപ്പോൾ മഹാനായ ആലിം അൽ ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹു ഇവിടെ ഉണ്ട്. പ്രതിസന്ധികളിൽ നമ്മൾ ആലിമീങ്ങളോട് കൺസൾട്ട് ചെയ്യണം. ചില വിഷയങ്ങൾ തീരുമാനമെടുക്കാൻ കഴിയും. അവരതിന് ഉൾക്കാഴ്ചയുള്ള മറുപടികൾ പറഞ്ഞു തരും. ഹസൻ അൽ ബസ്രി തങ്ങൾ ആ മജ്‌ലിസിലുണ്ട്, ഗവർണറുടെ മുമ്പിലേക്ക് ഹാജരാക്കപ്പെട്ടതാണ്. അങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ ചോദിച്ചു, എന്തേ പ്രശ്നം എന്ന് ചോദിച്ചു ഹസൻ അൽ ബസ്രി തങ്ങൾ. അദ്ദേഹം ആലിമാൻ, ഭരണാധികാരിയല്ല. അപ്പോൾ പറഞ്ഞു, യസീദ് ബിൻ മുആവിയ ഖലീഫ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട്. പറഞ്ഞു, യഅലം, അറിയണം, അന്നല്ലാഹ യംനഉക മിൻ യസീദ് വലാകിന്ന യസീദൻ ലാ യംനഉക മിൻ അല്ലാഹ്. അറിഞ്ഞേക്കണം, അന്നല്ലാഹ യംനഉക മിൻ യസീദ്, യസീദിൽ നിന്ന് നിന്നെ തടയാനും നിന്നെ രക്ഷിക്കാനും അല്ലാഹുവിന് കഴിയും. പക്ഷേ വലാകിന്ന യസീദൻ ലാ യംനഉക മിൻ അല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ യസീദിന് കഴിയൂല. പക്ഷേ യസീദിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ ആർക്ക് കഴിയും? അല്ലാഹുവിന് കഴിയും. അതുകൊണ്ട് വേണ്ടത് ചെയ്തോളി എന്ന് പറഞ്ഞു. അതൊരു വാക്കാണ്, അതിലെല്ലാം ഉണ്ട്. ഇനി ആലോചിച്ച് ചെയ്തോ എന്നാണ് പറഞ്ഞത്. യസീദ് ആരോ ആയിക്കോട്ടെ, അള്ളാഹു യസീദൊന്നും അള്ളാഹ്ക്കൊന്നുമല്ല, അള്ളാഹിൻ്റെ സൃഷ്ടിയല്ലേ. യഅലം അന്നല്ലാഹ യംനഉക മിൻ യസീദ്, ഗവർണറെ, യസീദിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ അള്ളാഹ്ക്ക് കഴിയും. പക്ഷേ അള്ളാഹുവിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഈ യസീദ് പറഞ്ഞത് ഇപ്പം നിങ്ങൾ ചെയ്താൽ അള്ളാഹിൻ്റെ കോടതിയിൽ നിങ്ങൾ പിടിക്കപ്പെടും. അവിടെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ യസീദിന് കഴിയുമോ? കഴിയൂല കേട്ടോ. അതാലോചിച്ചിട്ട് നിങ്ങൾ വേണ്ട പോലെ ചെയ്തോ എന്ന് പറഞ്ഞു. അതൊരു മറുപടിയാണ്. മഹാനായ ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി തആല അലൈഹി, അഫ്ളലു ദിക്റാണത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഭയം നൽകുന്ന അല്ലാഹുവേ നീയാണ്. ഫറോവ
ആരായിരുന്നു ഫിർഔൻ? അല്ലാഹു പറയാ, വജാവസ്നാ ബിബനി ഇസ്രായീലൽ ബഹർ, ഇസ്രായേൽ മക്കളുമായി നാം കടൽ കടന്നു. അവർക്ക് കടൽ കടക്കാനുള്ള വഴിയൊരുക്കി കൊടുത്തു അല്ലാഹു, വെള്ളം കെട്ട് പിടിച്ചു നിർത്തി. ഫഅത്ബഅഹും ഫിർഔന വജുനൂദുഹു ബഗ്യൻ വഅദ്വാ, ശത്രുത കൊണ്ടും പരാക്രമം ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടും ഫിർഔനും അവൻ്റെ സൈന്യവും അവരെ പിന്തുടർന്നു. ഹത്താ ഇദാ അദ്റകഹുൽ ഗറഖ്, വെള്ളം കെട്ട് ചേർന്ന് വന്നു. ഫിർഔനുണ്ടോ നീന്താൻ അറിയുന്നു, കടലിനെ നടുന്ന് എങ്ങനെ നീന്തി എത്താനാ? വെള്ളം വന്നങ്ങ് മുങ്ങി മരിക്കുകയാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഖാൽ, അപ്പോൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ആമൻതു, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഫിർഔന്റെ ഷഹാദത്ത, അന്നഹു ലാ ഇലാഹ, ആരാധനക്കർഹനായവനില്ല, ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ, ഇസ്രായേൽ മക്കള്, ഇസ്രായേലുകൾ ആരെയാണോ വിശ്വസിച്ചത് ആ പടച്ചവനല്ലാതെ വേറെ പടച്ചവനില്ല. അള്ളാഹു എന്ന് പറയാനുള്ള തൗഫീഖ് പോലപ്പോൾ ഉണ്ടായില്ല മൂപ്പർക്കുന്ന. ഇസ്രായേൽ മക്കളൊക്കെ വിശ്വസിച്ച പടച്ചവനല്ലേ. വ അന മിനൽ മുസ്ലിമീൻ, ഞാനും മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണ്. അത് ഒരു മുങ്ങി മരിക്കൽ. വേറൊരാൾ മുങ്ങി, അള്ളാഹുവിൻ്റെ നബി അല്ലേ, സമുദ്രത്തിൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ മുങ്ങിക്കിടക്കുകയാണ്, മത്സ്യത്തിൻ്റെ വയറ്റിലാണ്. വദന്നൂനി ഇദ് ദഹബ മുഗാദിബൻ ഫളന്ന അൻ ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫിൽ ളുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ സുബ്ഹാനക, നീ പരിശുദ്ധനാണ്, ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ എന്നോട് തന്നെ തെറ്റ് ചെയ്തു പോയിരിക്കുന്നു റബ്ബേ, നീ എനിക്ക് പുറത്തു തരണമേ. അത് യൂനുസ് അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ അള്ളാഹു രക്ഷപ്പെടുത്തി. ഫനജ്ജൈനാഹു മിനൽ ഗം വകദാലിക നുൻജിൽ മുഅ്മിനീൻ, യൂനുസ് നബിയെ രക്ഷപ്പെടുത്തി, അതുപോലെ എല്ലാ മുഅ്മിനീങ്ങളെയും ഞാൻ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഫറോവ പറഞ്ഞു അതേ വാക്ക്, അതേ വാക്കല്ല, അതിന് സമാനമായ വാക്ക്. അള്ളാഹ് ചോദിച്ചു, ആൽ ആൻ, ഇപ്പോഴാണോ എന്ന് ചോദിച്ചു അള്ളാഹു. അതൊരു ചോദ്യമാണ്. നിനക്ക് ബോധ്യപ്പെട്ടല്ലേ? ആൽ ആൻ, ഇപ്പോഴോ? വഖദ് അസൈത ഖബ്ലു, ഇതിൻ്റെ മുമ്പ് തെറ്റ് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. വകുൻത മിനൽ മുഫ്സിദീൻ, തിന്മകൾ ചെയ്ത് ജീവിച്ച ആളല്ലേ നീ, ഇപ്പോഴാണോ പറയണത്? വിഷമം വരുമ്പോൾ അള്ളാഹു താല സഹായിക്കും, പക്ഷെ എന്ത് ചെയ്യണം? സൗകര്യം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ ഓർക്കണം. സൗകര്യം ഉണ്ടാകുമ്പോൾ അള്ളാഹിനെ ഓർത്തിട്ടില്ല ഫിർഔൻ, അപ്പോൾ അള്ളാഹു ഇവിടെ കേട്ടില്ല. അതുമാത്രമല്ല, അവൻ തൊണ്ടക്കുഴിയിലെത്തിയപ്പോഴാണ് പറഞ്ഞത് ഇനി രക്ഷപ്പെടില്ല എന്ന് ഉറപ്പിച്ചു. ഇനി ഒരു മിനിറ്റ് പോലും ശ്വാസം അങ്ങോട്ട് കിട്ടൂല എന്ന് ഉറപ്പിച്ചു. കഴിഞ്ഞു. അതൊന്നും അള്ളാഹ്ക്ക് വേണ്ട. ബോധിച്ചിട്ടുള്ള ബോധം. ഫഅലം, നീ അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കിയില്ലേ, എന്തേ നീ വിശ്വസിക്കാതിരുന്നത്? യൂനുസ് അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ജീവിച്ച നബിയാണ്, അത് പ്രചരിപ്പിക്കാൻ പോയ നബിയാണ്. അതുകൊണ്ട് അള്ളാഹു താല ബഹുമാനപ്പെട്ടവരുടെ ഇസ്തിഗ്ഫാർ അള്ളാഹു താല സ്വീകരിച്ചു. ആ രണ്ട് വാക്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹുവേ നീ എന്ന് പറഞ്ഞു, നീയാണ് പടച്ചവനെ എൻ്റെ, ലാ ഇലാഹ ഇല്ലാ അൻത, അത് അള്ളാഹുവിനോടുള്ള ഖിതാബാണ്, ഡയറക്റ്റ് സ്പീച്ചാണ് ടു എ സെക്കൻഡ് പേഴ്സൺ അല്ലേ. ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സണിലേക്ക് യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് സംസാരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ റബ്ബേ ആരാധനക്കർഹനില്ല പടച്ചവനെ, സുബ്ഹാനക്, നീ പരിശുദ്ധനാണ്, ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പക്ഷെ ഫറോ പറഞ്ഞ വാക്കെന്താ? ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി, ബനൂ ഇസ്രായേൽ വിശ്വസിച്ച പടച്ചോൻ ഏതോ ആ പടച്ചോൻ തന്നെയാണ് എൻ്റെയും പടച്ചോൻ. അപ്പോഴും അള്ളാഹുവിനെ നേർക്കുനേരെ അവന് വിളിക്കാൻ തോന്നിയതില്ല, അവനത് പറഞ്ഞതുമില്ല. ആ പറഞ്ഞു തന്നെ ഇറ്റ് വാസ് ടു ലേറ്റ്, ഒരുപാട് നേരം വൈകിപ്പോയി, മരണാസന്നനായ നേരത്താണ് ആ പറഞ്ഞത്. അതുകൊണ്ടൊന്നും അള്ളാഹു സ്വീകരിച്ചില്ല. പക്ഷേ ഇലാഹ് ലാ ഇലാഹ, ആരാധനക്കർഹതയുള്ള ഒരു പടച്ചവനുണ്ട് എന്ന് ഫറോവക്ക് പോലും ബോധ്യപ്പെട്ടു. പക്ഷേ അത് അവസാന നിമിഷമായി പോയി എന്ന് മാത്രം. ആ അൽ ഇലാഹാൻ അല്ലാഹു ജല്ല ജലാലു, ആ അള്ളാഹുവിനെയാണ് നമ്മൾ അല്ലാഹ് എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹ് ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിഥ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ
ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന വാക്കെങ്ങാനും യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലിയില്ലായിരുന്നുവെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ഇവിടെ കിടക്കുമായിരുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞു. മഹാനവറുകൾ പറഞ്ഞ വാക്ക് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വചനം, അള്ളാഹു എന്ന് പറയുന്ന വചനം എല്ലാ വാക്കുകളെക്കാളും ശ്രേഷ്ഠമാണ്. അതിൽ ഇസ്മുൽ അഅ്ലം, ഏറ്റവും ശ്രേഷ്ഠമായ കലിമത്തുണ്ടതിൽ, ഇസ്മുൽ അഅ്ലമുണ്ടതിൽ. രാവിലെ നേരം വെളുക്കുമ്പോൾ അല്ലെങ്കിൽ മഗ്രിബായി വൈകുന്നേരമാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലാൻ പറഞ്ഞ ഒരു വചനമുണ്ട്, ഒരു ദിക്റുണ്ട്, അദ്കാറു സ്വബാഹി വൽ മസായിൽ. അത് കാണാൻ കഴിയും. اللهم إني أصبحت أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وأن محمدا عبدك ورسولك. ഇതാരെങ്കിലും വൈകുന്നേരമോ രാവിലെയോ ഒരു തവണ പറഞ്ഞാൽ എന്താണ് പറയുന്നത്? അല്ലാഹുമ്മ ഇന്നി അസ്ബഹതു, അല്ലാഹുവേ ഞാൻ നേരം പുലർന്നിരിക്കുകയാണ്. നേരം വെളുത്തു റബ്ബേ. നേരം വെളുക്കാൻ എന്തൊക്കെ ഇവിടെ നടക്കണം, ഭൂമി അല്ലാഹു എങ്ങനെ കറക്കണം. അപ്പോൾ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങണമെന്നാണ് പറയല്ലേ. പണ്ട് സ്കൂളിൽ കേട്ടിട്ട് എന്താ അച്ചുതണ്ട് ഇപ്പോഴും മനസ്സിലാവാത്ത ആൾക്കാരുണ്ടോ? എന്താണ് ഈ അച്ചുതണ്ട് റബ്ബേ? ടീച്ചർ പറഞ്ഞതുണ്ട് പരീക്ഷയ്ക്ക് ഉത്തരം ഇത്, ആ തണ്ട് ഇപ്പോഴും കണ്ടിട്ടില്ല, അതെങ്ങനെയാണെന്ന് അറിയില്ല. സാങ്കല്പിക അച്ചുതണ്ടിൽ കറങ്ങുക എന്നാണ് പറയാം. അത് ഭൂമി പന്ത് ഉരുളണ പോലെ എങ്ങനെയൊക്കെയോ ഉരുളല്ല, ഒരു വടിമ വെച്ച് നിർത്തിയിട്ട് ഉരുട്ടുകയാണെങ്കിൽ എങ്ങനെയാണോ ഈ വാട്സപ്പ് ന്യൂസുകളെ, വല്ലാത്ത ഡേഞ്ചർ തന്നെ. അത് നാസ പുറപ്പെടും, നാസ പാവങ്ങൾ അത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. ഇദാ ജാഅകും ഫാസിഖും ബിനബഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. അങ്ങനെയാണ്. ചില ന്യൂസുകളൊന്നും വിശ്വസിക്കാൻ പറ്റൂല, അതിൻ്റെ മാനയായിരിക്കില്ല അതിനുള്ളിൽ കിടക്കുന്നത്. വെറുതെ പറഞ്ഞു. ഇനി കഴിഞ്ഞ ഡിസംബർ 13 ഞാൻ അന്ന് ട്രാവൽ ചെയ്യാണ്. അപ്പോൾ എനിക്ക് ഒരാൾ പറഞ്ഞു, നിങ്ങളിപ്പോൾ അന്ന് പോരുന്നുണ്ടോ? അന്നിപ്പോൾ സൂര്യ ഉദിക്കൂല എന്നാണ് കേൾക്കുന്നത്. ആ സംഭവം തന്നെ നടന്നിട്ടില്ല. ഇതൊരു കാര്യമായിട്ടൊരു മനുഷ്യൻ, നല്ല പ്രായപൂർത്തിയും ബുദ്ധിയുള്ളൊരു മനുഷ്യൻ ന്യൂസ് പറയണ പോലെ പറയണതേ അന്ന് സൂര്യ ഉദിക്കൂല. ഏതായിരുന്നാലും ഉദിച്ചു കഴിഞ്ഞു, ഇന്ന് ഉദിച്ചുകൊണ്ടിരിക്കുന്നു, നാളെ ഉദിക്കുന്നതിൻ്റെ പ്രതീക്ഷയിലെ നമ്മളിപ്പോൾ ഇരിക്കുന്നത്, നാളെ ഡ്യൂട്ടിക്ക് പോകാനൊക്കെ അല്ലേ ഞാൻ നിങ്ങളൊക്കെ. സുബ്ഹാനല്ലാഹ്. ഇത് നടത്തണമെങ്കിൽ അള്ളാഹു ഈ പ്രപഞ്ചത്തെ എങ്ങനെ, എത്ര ഡിസ്റ്റൻസിൽ, എത്ര കൃത്യമായ വേഗതയിൽ ഈ ഭൂമിയെ അള്ളാഹു കറക്കണം. ആ സാങ്കല്പിക അച്ചുതണ്ടിൽ ഭൂമി ഇട്ടിട്ട് അള്ളാഹു തിരിക്കുമ്പോഴതൊക്കെ നടക്കുന്നത്. നേരം പുലർന്നു എന്ന് നമ്മൾ പറയും. നമ്മളൊരു പണിയും ചെയ്തിട്ടില്ല, നമ്മളവിടെ കിടന്നിട്ടേ ഉള്ളൂ. അള്ളാഹുവാണ് ഇതൊക്കെ ചെയ്തത്. അസ്ബഹ്തു, അള്ളാഹുവെ ഞാൻ നേരം പുലർന്നിരിക്കാൻ. അപ്പോൾ പറയാ ഉഷ്ഹിദുക, നിന്നെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു റബ്ബേ, വ ഉഷ്ഹിദു ഹമലത അർശിക്, നിന്റെ അർശിനെ ചുമക്കുന്ന മാലാഖമാരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു. ആ മലക്കുകൾ അറിയപ്പോൾ അള്ളാഹുവിനോട് പറയാൻ, നിന്റെ അർശിനെ ചുമക്കുന്ന മലക്കുകൾ ثمانية ويحمل عرش ربك يومئذ 8 മാലാഖമാർ അള്ളാഹുവിൻ്റെ അർശിനെ ചുമക്കും. അതിൽപ്പെട്ട ഒരു മലക്കിൻ്റെ ചെവിയിൽ നിന്ന്, ചെവിക്കുറ്റിയിൽ നിന്ന്, ഇയർ ലോബിൽ നിന്ന് ഷോൾഡറിലേക്കുള്ള ദൂരമാണ് നമ്മളെന്ന് പറഞ്ഞത് 600 വർഷം എന്ന് പറഞ്ഞത്. ഓമഞ്ഞി 600 തന്നെയല്ലത് അല്ലേ? ഹിസ്ഖിയായിൽ അലൈഹിസ്സലാം എന്ന ഒരു അള്ളാഹുവിൻ്റെ മലക്കിനെ സംബന്ധിച്ചുള്ള വിവരണം സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. ചെവിക്കുറ്റിയിൽ നിന്ന്, ഇയർ ലോബിൽ നിന്ന് ഷോൾഡറിലേക്കുള്ള ദൂരം 600 വർഷത്തെ വഴി ദൂരം. അപ്പോൾ എന്തായിരിക്കും കയ്യും കാലമൊക്കെ എന്നാലോചിച്ചാൽ മതി. അങ്ങനത്തെ 8 മലക്കുകളാണ് അള്ളാഹുവിൻ്റെ അർശിനെ ചുമക്കുന്നത്. അവർ പോലും യുഅ്മിനൂന ബിഹി, അള്ളാഹുവിൽ ഈമാനുള്ളവരാണ്. അവർ അള്ളാഹുവിനെ കാണുന്നില്ല, അർശിനെ ചുമക്കുകയാണ്. അള്ളാഹുവെ നിൻ്റെ അർശിൻ്റെ വാഹകരായ മാലാഖമാരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു. വമലായികതക വജമീഅ ഖൽഖിക്, നിൻ്റെ മലക്കുകളെയും നിൻ്റെ എല്ലാ സൃഷ്ടികളെയും സാക്ഷി നിർത്തി ഞാൻ പറയുന്നു. അന്നക അൻതല്ലാഹ്, അള്ളാഹുവേ നീയാണ് അല്ലാഹ്. അല്ലാഹ്, അല്ലാഹ് എന്ന് പറഞ്ഞതൊരു ദിക്റാണ്. അല്ലാഹ് അല്ലാഹ്
അല്ലാഹ്. അവിടേക്ക് എന്ത് വേണം? ഹാ യിൽ അവസാനിക്കണേ. അല്ലാഹ് എന്ന് പറഞ്ഞ് ആല് നിർത്തിപ്പോരുത്. ആയല്ല, ഹാ ആണ്. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. അതൊരു ദിക്റാണ്. അന്നക അൻതല്ലാഹ്, നീയാണ് റബ്ബേ അല്ലാഹു എന്ന് നിന്നെ സാക്ഷിയാക്കി, നിൻ്റെ അർശിൻ്റെ വാഹകരായ മലക്കുകളെ സാക്ഷിയാക്കി, നിൻ്റെ സർവ്വമാലാഖമാരെയും സാക്ഷിയാക്കി, വജമീഅ ഖൽഖിക്, നിൻ്റെ എല്ലാ സൃഷ്ടികളെയും സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, അല്ലാഹുവേ നീ അല്ലാഹുവാണ്. ലാ ഇലാഹ ഇല്ലാ അൻത്, ആരാധനക്കർഹതയുള്ളവനായി റബ്ബേ നീയല്ലാതെ മറ്റാരുമില്ല റബ്ബേ, നീയാണ് ആരാധിക്കപ്പെടാൻ അർഹതയുള്ളത്. വ അന്ന മുഹമ്മദൻ അബ്ദുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൻ്റെ അടിമയായവരാണ്, നിൻ്റെ ദൂതരാണ്, നിൻ്റെ അടിമയാണ്, നീ സൃഷ്ടിച്ചവരാണ്. പക്ഷേ നിൻ്റെ സൃഷ്ടികളിലെ അഫ്ളലുൽ മഖ്ലൂഖാണ്, നീ സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും നിനക്കിഷ്ടമുള്ളവരാണ്, നിൻ്റെ റസൂലാണ് എന്നൊരാൾ നേരം പുലർന്ന് ഒരു തവണ പറഞ്ഞാൽ അഅതഖല്ലാഹു റുബ്അഹു മിനന്നാർ, ഒരു മനുഷ്യനെ 4 ഭാഗമാക്കിയാൽ അതിൽ 4-ൽ 1 ഭാഗം നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു. ഫമൻ ഖാലഹാ മർറതൈൻ, 2 തവണ പറഞ്ഞാൽ അഅതഖല്ലാഹു നിസ്ഫഹു, 4-ൽ 1 ഒരു പ്രാവശ്യം, പിന്നെ 4-ന്റെ 2, അതായത് പകുതി നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു. വമൻ ഖാലഹാ സലാസൻ, 3 തവണ പറഞ്ഞാൽ അഅതഖല്ലാഹു സലാസത അർബഇഹി, 4-ൽ 3 ഭാഗം നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു. മുഴുവനായി പറഞ്ഞ് കിട്ടണമെങ്കിലോ ഫഇൻ ഖാലഹാ അർബഅൻ, 4 തവണ പറഞ്ഞാൽ അഅതഖഹുല്ലാഹു മിനന്നാർ, ആ മനുഷ്യൻ അല്ലാഹു നരകമോചനം നൽകുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 4 തവണ ചൊല്ലേണ്ട ദിക്റാണത്. രാവിലെ ചൊല്ലിയ സുബഹി കഴിഞ്ഞ് 4 തവണ, മഗ്രിബ് കഴിഞ്ഞാൽ 4 തവണ, അല്ലെങ്കിൽ മഗ്രിബോട് അടുക്കുന്ന സമയത്ത് 4 തവണ ഒന്ന് ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ, ഇപ്പം വൈകുന്നേരമായി, അപ്പോൾ അല്ലാഹുമ്മ ഇന്നി അംസൈതു എന്നാ പറയാം. നേരം വെളുത്താൽ അല്ലാഹുമ്മ ഇന്നി അസ്ബഹ്തു, അല്ലാഹുമ്മ ഇന്നി അംസൈതു ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത് വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. കഴിഞ്ഞു. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത് വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. 2 അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക. اللهم إني أمسيت أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت. ചില റിവായത്തുകളിൽ വഹ്ദക ലാ